ഫ്രഞ്ച് സർവാധിപത്യം. ഈ ഫ്രഞ്ച് ടീമിനെ തളയ്ക്കാനായിട്ട് ആരുണ്ട്? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇന്ന് കറന്റ്ലി ഒരു ഫുട്ബോൾ ടീമിനും ഈ ഫ്രഞ്ച് ടീം ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് വേൾഡ് ഫുട്ബോളിലെ ടോപ്പ് 3 ബെസ്റ്റ് പ്ലെയേഴ്സ് അവർ 3 പേരും ഫ്രഞ്ച് ടീമിലുള്ളതാണ്. 1 കിലിയൻ എംബാപ്പെ, 2 മൈക്കിൾ ഒലീസെ, 3 ഉസ്മാൻ ഡെംബെലെ. ഫ്രഞ്ച് ടീമിന്റെ പ്രഹരത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് സ്വീഡൻ. 3-0 എന്ന സ്കോറിന് ഫ്രാൻസ് സ്വീഡനെ മുക്കിയിരിക്കുന്നു. ഈ കളിയിലേക്ക് വന്നപ്പോൾ ദിദിയർ ദശാംസ് 4 സ്റ്റാർട്ടിംഗ് 11 ചേഞ്ചസുമായിട്ടാണ് വന്നത്. തിയോ ഫെർണാണ്ടസിന് പകരം ലൂക്കസ് ഡീനിയെ, ലാക്രോയിന് പകരം വില്യം സാലിബ, മനു കോണിയയ്ക്ക് പകരം ഏഡ്രിയൻ റാബിയോ, പിന്നെ ഡെസറി ഡോയ്ക്ക് പകരം ബ്രാഡ്ലി ബാർക്കോള. കളി തുടങ്ങി ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ കളി കുറച്ച് ഒരു സ്ലോ ആയിരുന്നു. ദേവേലേക്കിനോ ഗെറ്റിംഗ് ഇൻ ടു ദ ഗെയിം. അതിന് പകരം ആദ്യം തന്നെ ഒരു ആക്രമണം എന്നുള്ള ലെവലിലേക്ക് പോയിട്ടില്ല. ദേവേലേക്കിനോ ജസ്റ്റ് ഈസിങ് അപ്പ്. അവിടെ നിന്ന് തുടങ്ങി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിരുന്നപ്പോഴാണ് അവർ ആ ഒരു മൊമെന്റം ഗെയിൻ ചെയ്യുന്നതും പിന്നീട് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ അറ്റാക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ടുവേർഡ്സ് ദി എൻഡ് കിലിയൻ എംബാപ്പയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. വാട്ട് എ ഗോൾ! ഇതെന്ന് വെച്ച് പറഞ്ഞാൽ എന്താ പറയുക, എടുത്ത് പറയേണ്ട ഒരു ഗോൾ തന്നെയാണ്. ആ ബോൾ കിട്ടി ഗോൾ പോസ്റ്റിന്റെ അകത്ത് നിന്ന് വെട്ടിത്തിരിഞ്ഞ് ആ ഡിഫൻഡറിനെ ക്രോസ് ചെയ്ത് വലയുടെ റൈറ്റ് സൈഡിലെ പോസ്റ്റിന്റെ അവിടുത്തെ ഇങ്ങനെ ഒരു കേളിംഗ് ബോൾ. എന്ത് കാണാനായിട്ട് എന്ത് ഭംഗി തന്നെയാണ്. സോ ഈ ഗോളോടുകൂടി കിലിയൻ എംബാപ്പെ മെസ്സിയുടെ തൊട്ടടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ ആ ഒരു ഗോൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നു. അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ്, രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസ് അപ്പർ ഹാൻഡ് ഡെഫിനറ്റ്ലി. സ്വീഡൻ അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റ് കൊടുത്തു. ആദ്യത്തെ ഹാഫിലൊക്കെ കുറച്ചൊക്കെ സ്വീഡൻ റെലവെന്റ് ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ ട്രൈങ് ദിയർ ഗെയിം. അവരുടെ ഒരു രീതിയിലും ഉള്ള പെർഫോമൻസ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നാൽ പോലും ഫ്രാൻസിന്റെ മേധാവിത്വം നമുക്കറിയാം. ദേ വർ ലൈക്ക് ടോട്ടലി ഡോമിനേറ്റിംഗ് ദ ഗെയിം. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സ്വീഡനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ്. അപ്പോൾ സ്വീഡൻ എന്തായാലും ഗെയിമിലുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഗെയിം. അപ്പോൾ സ്വീഡന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫൈറ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് ആ ഗിയർ ഒന്നും കൂടെ അങ്ങ് മാറ്റി. പിന്നീട് കണ്ടതെന്ന് വെച്ചിരുന്നാൽ സ്വീഡന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തത് ഒരു കാഴ്ചയാണ്. സോ അത് കഴിഞ്ഞിരുന്നപ്പോൾ പിന്നെ ടോട്ടൽ ഡോമിനേഷൻ. ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും കാണിച്ച സ്വീഡൻ പിന്നീട് നിറമങ്ങി. മൈക്കിൾ ഒലീസയും പിന്നെ ഉസ്മാൻ ഡെംബെലെ, ബാർക്കോള, ഇവരെല്ലാവരും തുടരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഈ സ്കോറ് ഒരു 3-0 അവസാനിച്ചത് തന്നെ സ്വീഡന്റെ ഒരു ഭാഗ്യം. അവരുടെ മുഖം രക്ഷിക്കാം എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്കോറിൽ അവസാനിച്ചു. അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 5-6 ഗോൾസ് എന്തായാലും അവിടെ നടക്കേണ്ടതായിരുന്നു. ബാർക്കോളയുടെ ഒരു ചാൻസ് ബാറിന് മുകളിലൂടെ പോകുന്നു. പിന്നെ അതിനുശേഷം മൈക്കിൾ ഒലീസ ഒരു സിസർ കട്ട് അക്രോബാറ്റിക് സ്റ്റൈലിൽ അടിക്കുന്നു, അത് പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. പിന്നെ കിലിയൻ എംബാപ്പയുടെ ഒരു ചാൻസ് പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ബാർക്കോളയ്ക്കും പിന്നെ എംബാപ്പയ്ക്കാണെങ്കിൽ 1-on-1 ചാൻസസ് വിത്ത് ഗോൾ കീപ്പർ, അത് അവർ സ്കോർ ചെയ്യാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു മിനിമം 5-6 ഗോൾസ് എന്തായാലും സംഭവിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ അത് നടന്നില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ ഒരു 8 മിനിറ്റ് ആയപ്പോൾ ബ്രാഡ്ലി ബാർക്കോള ആ ഗോൾ സ്കോർ ചെയ്തിട്ട് ഫ്രാൻസിന്റെ ലീഡ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ അവരുടെ ആ ഒരു ഡോമിനേഷൻ വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നു. ആൻഡ് 2 ഗോൾ കുഷൻ കിട്ടിയതിന് ശേഷം ഫ്രാൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പിന്നെ 3rd ഗോൾ സംഭവിക്കുന്നത്. ദാറ്റ് വാസ് ലൈക്ക് ബൈ കിലിയൻ എംബാപ്പെ. തൻ്റെ ഈ വേൾഡ് കപ്പിലെ 6ാമത്തെ ഗോൾ നേടി എംബാപ്പെ എന്താ പറയുക, മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആൻഡ് ഹീ ഈസ് ടൈഡ് അപ്പ് വിത്ത് മെസ്സി ഓൺ 6 ഗോൾസ്. പിന്നെ ടോട്ടൽ ഗോൾസ് നോക്കി കഴിയുമ്പോൾ മെസ്സിയുടെ തൊട്ട് ബാക്കിൽ തന്നെ 17 ഗോൾസുമായിട്ട് എംബാപ്പെ ഇപ്പോൾ കറന്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. 17 or 18, ഐ എം നോട്ട് ഷുവർ. എനിക്കൊന്ന് 18 ആണെന്ന് തോന്നുന്നു. സോ 18 ഗോൾസുമായിട്ട് ഓവറോൾ ടോട്ടൽ ഗോൾസ് ഇൻ വേൾഡ് കപ്പ് എന്ന ടാലിയിൽ നിൽക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മെസ്സിയുടെ ഈ റെക്കോർഡ് മേ ബി ഈ വേൾഡ് കപ്പിൽ തന്നെ കിലിയൻ എംബാപ്പെ ക്രോസ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് 2 വേൾഡ് കപ്സും കൂടെ എന്തായാലും എംബാപ്പെ കളിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത 2 വേൾഡ് കപ്പിലെ ടാലി മേ ബി നമുക്കൊരു മിനിമം 5-5 എടുത്താൽ പോലും 10 ആവുന്നു. പിന്നെ ഈ വേൾഡ് കപ്പിൽ തന്നെ ഇനിയും എക്സ്ട്രാ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 30+ ഗോൾസ് ടോട്ടൽ ടാലിയിൽ എത്തിക്കാനായിട്ട് എംബാപ്പയ്ക്ക് കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ റെക്കോർഡ് ദാറ്റ് വിൽ സ്റ്റേ ഫോർ എ വെരി ലോങ് ടൈം. ഒരു മേ ബി ഒരു ജനറേഷനിൽ കൂടുതൽ അല്ലെങ്കിൽ 1-2 ജനറേഷൻ ഒക്കെ അപ്പുറത്തേക്ക് ഈ റെക്കോർഡ് നേടാനായിട്ടുള്ളൊരു
അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വിൽ എന്താ പറയുക, ഇപ്പം ഇനിയിപ്പോൾ വരുന്ന പ്ലെയേഴ്സൊക്കെ അതും ഫ്രാൻസോ അല്ലെങ്കിൽ പോർച്ചുഗൽ, ഇംഗ്ലണ്ട് അങ്ങനത്തെ ഉള്ള ഏറ്റവും ബെസ്റ്റ് ടീംസിൻ്റെ അകത്ത്, അർജന്റീന ഉൾപ്പെടെയൊക്കെ ഉള്ള ബെസ്റ്റ് ടീംസിലുള്ള പ്ലെയേഴ്സ് സ്റ്റാർട്ടിങ് അറ്റ് 16 or 17 കളിച്ച് തുടങ്ങണം. മേ ബി ലെമീൻ യമാലിനൊക്കെ. പക്ഷേ യമാലൊന്നും അങ്ങനത്തെ ഒരു ഗോൾ സ്കോറിംഗ് ലെവലിലേക്കൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ റെക്കോർഡ് വളരെയധികം വർഷങ്ങളിൽ നിലനിൽക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ എംബാപ്പയുടെ ഇന്നത്തെ ഈ ഗോൾ ടാലിയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഹി ബിക്കംസ് ദ പ്ലെയർ വിത്ത് മാക്സിമം നമ്പർ ഓഫ് നോക്കൌട്ട് ഗെയിം ഗോൾസ്. 10 ഗോളുമായിട്ട് നമ്മുടെ R9 റൊണാൾഡോയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. 9 ഗോൾസ് ആയിരുന്നു റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് നോക്കൌട്ട് ഗെയിംസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എംബാപ്പയുടെ പേരിലായി 10 ഗോൾസ്. അപ്പോൾ വേൾഡ് കപ്പ് ഗോൾ സ്കോറിംഗ് റെക്കോർഡ് ഒരുവിധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും എംബാപ്പെ തൂത്തുവാരും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എംബാപ്പയുടെ കാര്യം പറഞ്ഞു വെച്ചാൽ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ആനിമലാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് എന്നുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിസ്റ്റർ വേൾഡ് കപ്പ് എന്ന നിലയ്ക്കാണ് എംബാപ്പയുടെ ഒരു മുന്നേറ്റം. ഇതിന് മുമ്പ് മിസ്റ്റർ വേൾഡ് കപ്പ് എന്ന് പറയാനായിട്ട് നമുക്ക് മെസ്സിനെ കണക്കാക്കാം. ബിക്കോസ് 2 വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചതും പിന്നെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ഒക്കെ ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ എംബാപ്പയുടെ എന്ന് പറഞ്ഞാൽ അറ്റ് 18 ഹി ബിക്കെയിം വേൾഡ് ചാമ്പ്യൻ വിത്ത് ഫ്രാൻസ്. പിന്നെ കഴിഞ്ഞ വർഷത്തതിനകത്ത് ഹി വാസ് ദെയർ വിത്ത് എന്താ പറയുക ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം ഹി ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി മിസ്റ്റർ വേൾഡ് കപ്പ് എന്നുള്ളൊരു പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ക്ലബിന് കളിക്കുമ്പോൾ ഉള്ള എംബാപ്പയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അത്രയും അങ്ങനെ ഓവർ റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കുന്ന ഒരു എംബാപ്പനല്ല. ബിക്കോസ് അതൊരു ടീം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രാൻസ് ടീമിലേക്ക് എത്തിക്കഴിയുമ്പോൾ എംബാപ്പെ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എടുക്കാറുണ്ട്. ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ഹീ ഈസ് ദ മെയിൻ മാൻ. അതിപ്പോൾ ക്ലബിലാണെങ്കിലും മെയിൻ മാൻ ആണെങ്കിൽ പോലും, പക്ഷേ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, ഒരു സെൻസ് ഓഫ് ഫീലിംഗ് ഫോർ ദ നാഷണൽ പ്രൈഡ്, അതൊക്കെ എംബാപ്പയുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ഫ്രാൻസ് ടീമിലേക്ക് കളിക്കാൻ വരുമ്പോഴാണ്. ഫ്രാൻസ് ടീമിലെ മറ്റൊരു വേൾഡ് ക്ലാസ് ടാലന്റ് മൈക്കിൾ ഒലീസെ ഈ വേൾഡ് കപ്പിൽ 5 അസിസ്റ്റുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആ ബ്രാഡ്ലി ബാർക്കോള അടിച്ച ഗോളിന് കൊടുത്തിട്ടുള്ള അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഓഫ് ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ആ സ്വീഡൻ പ്ലെയറിൻ്റെ നട്ട്മെഗ് ചെയ്തിട്ടുള്ള ഒരു പാസ് ആയിട്ടാണ് അവിടെ ബാർക്കോളയ്ക്ക് ആ ബോൾ കിട്ടുന്നതും സ്കോർ ചെയ്യുന്നതും. സോ ലൈക്ക് യുനോ ഒലീസയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഒലീസ എന്ന് പറഞ്ഞാൽ ഒരു ഒഴുകി നടക്കുന്ന ഒരു പ്ലെയറാണ്. ഹീ ഈസ് ദെയർ എവ്രിവെയർ. ഈസി ആയിട്ടൊന്ന് ഫൗൾ ചെയ്യാനോ അല്ലെങ്കിൽ കാലിൽ നിന്ന് ബോൾ തട്ടിയെടുത്ത് കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഒലീസ ആയിട്ട് കളിക്കും. സോ ജസ്റ്റ് ബി വിത്തും, അത്രേ ഉള്ളൂ. അതേ ഓപ്പോസിറ്റ് പ്ലെയേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ വേറെ ഒന്നിനും ട്രൈ ചെയ്ത് ഇപ്പം ബോൾ എടുക്കാൻ വേണ്ടി ഒന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഹി വിൽ ബി അവേ വിത്ത് ദ ബോൾ, നിങ്ങളെ കടന്ന് പോയിക്കോളും. അപ്പം ഒലീസയെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് ഹി വിൽ ഡെഫിനറ്റ്ലി ബി എ പ്ലെയർ. ഇപ്പോൾ ഫ്രാൻസിൻ്റെ പുരോഗതിയിലും ഇനി അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിലെല്ലാം എടുത്തു പറയാനായിട്ട് ഒരു സ്ട്രോങ് നെയിം, ഒരു പ്ലേ മേക്കർ എന്നുള്ള നിലയ്ക്ക് ഫ്രാൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ് മൈക്കിൾ ഒലീസെ. ഈ ഫ്രാൻസ് ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു ടീമാണ്. ഇവരുടെ ഒരു ബി ടീം തന്നെ വേൾഡ് കപ്പ് അടിക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. ഇപ്പോൾ എംബാപ്പെ ഇല്ലാതെ ഫ്രാൻസ് കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീമിനും സാധ്യതയുണ്ട്. ദേ കുഡ് ഈസിലി വിൻ ദ വേൾഡ് കപ്പ്. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർജന്റീന, മെസ്സി ഇല്ലാത്ത അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ജയിക്കാനായിട്ടുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. സോ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഫ്രാൻസ് ടീം. എത്രയധികം പ്ലെയേഴ്സിനെയാണ് അവർ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുക്കാതെ ദിദിയർ ദശാംസ് മാറ്റി നിർത്തിയത്. അങ്ങനത്തെ ഉള്ള ഹ്യൂജ് ടാലന്റ് കിടക്കുന്ന ഒരു സ്ഥിതിക്ക് ഐ തിങ്ക് ഈ വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഫ്രാൻസ് ഇസ് ദെയർ ടു സ്റ്റേ ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ഓൺ ടോപ്പ്. ഇനിയിപ്പോൾ ഫ്രാൻസിൻ്റെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ പരാഗ്വേക്കെതിരെയാണ്. സോ എന്താ പറയുക, പരാഗ്വേ നമുക്കറിയാം കഴിഞ്ഞ ഗെയിമിൽ ജർമ്മനീനെ തോൽപ്പിച്ചിട്ട് അവർ നിൽക്കുകയാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ സ്റ്റാൻഡ് എ ചാൻസ് അഗെയിൻസ്റ്റ് ഫ്രാൻസ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ വേൾഡ് കപ്പ് പ്രിവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞതിൽ ഫ്രാൻസ് ആണ് ചാമ്പ്യൻസ് ആകുന്നതെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ ഐ തിങ്ക് അത് കീപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഫ്രാൻസ് മുമ്പോട്ട് പോകുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫ്രാൻസ് കപ്പടിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശക്തി ഫ്രാൻസിനെ മലത്തി അടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.